സംസ്ഥാനത്ത് 4 ജില്ലകളിൽ NIA പരിശോധന. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ റെയ്ഡ് അവസാനിച്ചോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ NIAക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ടോമെ, ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് ഈ NIAയുടെ പ്രത്യേക റെയ്ഡ് മലബാറിലെ വിവിധ ജില്ലകളിൽ നടക്കുന്നത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ 4 ജില്ലകളിലായാണ് ഈ പരിശോധന നടത്തുന്നത്. ഫെബ്രുവരി 2-ന് ഇത്തരത്തിൽ ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട അതിലെ കേസിലെ പ്രതികൾ 5 പ്രതികളാണ് കേസിലുള്ളത്. ആ 5 പ്രതികളുടെയും വീടുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. നിലവിൽ ചെറുപുഴയിലെ അനിൽ എന്ന് പറയുന്ന ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. പുലർച്ചെ 5 മണിക്ക് തന്നെ ഈ NIA സംഘം അവിടെ പരിശോധന നടത്തി. അവിടെ പരിശോധന പൂർത്തിയാക്കി സംഘം തിരിച്ചു പോയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ചെറുപുഴയിലും ഇപ്പോഴും അനിൽ എന്ന് പറയുന്ന ഈ കേസിലെ തന്നെ പ്രതിയായ ഇയാളുടെ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അനിലിന്റെ വീട്ടിലും അതോടൊപ്പം ഇയാളുടെ ഉപയോഗിക്കാത്ത ഒരു കോറയുണ്ട്, ആ കോറയിലുമാണ് പരിശോധന നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ മുഹമ്മദ് സലീം എന്ന് പറയുന്ന മുഗൂർ റോഡിലുള്ള ഇയാളുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെയും പരിശോധന ഏതാണ്ട് പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെറുപുഴയിലാണ് ഇപ്പോൾ കാര്യമായ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം മലപ്പുറം തിരൂരങ്ങാടി ഈ ലോറി ഉടമയായ ഹാരിസിന്റെ വീട്ടിലും ഇയാളുടെ ഗോഡൌണിലും NIAയുടെ പരിശോധന നടത്തി. ഇങ്ങനെ വലിയ തോതിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവിനായാണ് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സമയത്ത്, അതായത് പുലർച്ചെ 5 മണിക്ക് ഈ 6-ലധികം ഇടങ്ങളിൽ പരിശോധനയാണ് NIAയുടെ നടക്കുന്നത്. എന്നാൽ നിലവിൽ ഏതെങ്കിലും ഇതിൽ തെളിവുകൾ അല്ലെങ്കിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളോ മറ്റോ പിടികൂടിയൊന്നും സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. NIA ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പരിശോധന ചിലയിടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുപുഴയിലും കാസർകോട്ടെ മുഗൂർ റോഡിലുമെല്ലാം പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചെറുപുഴ ഈ കേസിലെ പ്രതിയായ സജിയുടെ വീട്ടിലും അതുപോലെ തന്നെ കോറയിലുമാണ് വലിയ തോതിലുള്ള പരിശോധന ഇപ്പോഴും നടക്കുന്നത്. ടോം, തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.